അങ്ങനെ എമ്പുരാൻ പടം കണ്ട് എന്താ ഒപ്പീനിയൻ എന്താണ്? അടിപൊളി. ഇതിന്റെ എനിക്ക് ഏറ്റവും തോന്നിയത് ഇതിന്റെ മേക്കിംഗ് ആണ്. നമ്മ വിചാരിക്കുന്നില്ല ഇങ്ങനത്തെ സംഭവം അല്ലേ. ആ പൃഥ്വിരാജ് ഇന്റർവ്യൂല് പറയുന്ന ഒരു സീൻ ഉണ്ട്, ഒരു പടം തുടങ്ങി അതൊരു നമ്മ എക്സ്പെക്ട് ചെയ്യില്ല. ഒരു മലയാളം പടത്തിൽ അങ്ങനെ ഒരു സീൻ വരും നമ്മ അല്ലെ എക്സ്പെക്ട് ചെയ്യില്ല. അതിന്റെ മേക്കിങ്ങും കുളിര ഒരു മിനിറ്റ് കഴിയുമ്പോ കുളിര് വരും. അതല്ല, ഈ സിനിമയുടെ ഇടയിൽ ആഡ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ലാലേട്ടന്റെ ആഡ് വരും, മറ്റേ കിവി ഐസ്ക്രീമിന്റെ ആള് കിവി ഉണ്ടായിട്ടാ, പക്ഷെ ലാലേട്ടന്റെ അത് ഏതോ ഉണ്ടായിന്. എവിടെയോ ഓൾറെഡി പറയുകയാണെങ്കിൽ ഒരു മാസ്റ്റർ പീസ് ഐറ്റം, ഒരു ഇന്ത്യൻ സിനിമേനെ മൊത്തം ബഡ്ജറ്റ് ഇതിന്റെ മേക്ക് ചെയ്യാൻ വേണ്ടിട്ടാ, അല്ലാതെ അല്ല ഇതിന്റെ മറ്റേ ഇവർക്കൊന്നും ആക്ടറിനോ അല്ലേ. ഈ പുറത്തുനിന്ന് ഒരു ഹിന്ദിന്നോ തമിഴിന്നോ ഒരു പടം വരുമ്പോൾ 300-400 കോടി ബഡ്ജറ്റ് വരുമ്പോൾ അതിന് പകുതിയും അല്ലെ പകുതിയിലധികം അത് അതിലത്തെ ഹീറോയിലായിരിക്കും, ഹീറോയുടെ സാലറി ആയിട്ടായിരിക്കും പോലെ. പക്ഷെ ഇതില് നമ്മ എത്ര ബഡ്ജറ്റ് പറഞ്ഞാൽ അത് എടുത്തു വെച്ചതുണ്ട് ബഡ്ജറ്റില്. നമുക്ക് തോന്നും ഇത് ചെലവില്ല പരിപാടിയാന്ന് കുറച്ച്, അങ്ങനെ തോന്നും. ആ ഒരു അതന്നെ വിഷ്വലി ഇങ്ങനെ മറ്റേ നമ്മ ഈ സൂര്യാണ്ണം പറഞ്ഞ പോലെ ബായ പുറന്നിങ്ങനെ നോക്കിയിരിക്കും, അതുപോലത്തെ സാധനം. ബാക്കിൽ നിന്ന് നോക്കുമ്പോ മറ്റേ ഇതെല്ലാം മേലേക്ക് മറ്റേ ഇങ്ങനെ പോപ്പറെല്ലാം പൊട്ടിപ്പോകും. അത് മറ്റേ ഫാൻസ് കുറെ നമ്മ ഫസ്റ്റ് ഫാൻ ഷോക്കല്ല പോയത്, മറ്റേനോ പോയത് രണ്ടാമത്തെ ഷോക്ക്. ഇപ്പൊ ഇവിടെ ഫുൾ ആളാണ്, നമുക്ക് വണ്ടി വരെ തിയേറ്ററിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല കേട്ടോ. VFX ഒന്നും അങ്ങനെ അധികം ഉണ്ടെന്നൊന്നും തിരിയുന്നൊന്നുമില്ല. ഇല്ല VFX ആണെന്ന് നമുക്ക് തോന്നണ്ട, അങ്ങനൊന്നുമില്ല. ഇടക്ക് വെച്ച് ഇത് മലയാള പടാണോ ഇംഗ്ലീഷ് പടാണോ ഹിന്ദി പടാണോ എന്നുള്ള ഫസ്റ്റ് ഹാഫ് വരെ വേറെ ഏതോ ഒരു പടം ഹിന്ദി ലെവല്, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ അതിന്റെ അടക്കം മലയാളം. ഈ അല്ലെ ഈ ഇത് വേറെ കുറെ ഇടക്കിടക്ക് ഓരോ രാജ്യത്താ പോകുന്നത്. താഴെ നോക്കണം ഏത് രാജ്യത്താണ്. ഇടക്കിടക്ക് രാജ്യം മാറിക്കോട്ട്, ആഫ്രിക്ക, ഇറാൻ എന്നെല്ലാം മാറ്റി കുറെ പോർഷനും ഉണ്ട്. പഴയ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ടും വരുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ ഇല്ല അല്ലേ. സ്പോയിലർ മാക്സിമം സ്പോയിലർ അതുകൊണ്ടാ വേറൊന്നും പറയാത്ത. കാരണം നിങ്ങൾ കണ്ടിട്ടല്ല അങ്ങനെ പറയാല്ല, വെറുതെ നമ്മ ഇപ്പം ക്ലൈമാക്സ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അത് അല്ലേ. ഹുക്കിന്റെ പറഞ്ഞോ വേണ്ട, അതൊന്നും പറയണ്ട. അടുത്ത പോർഷനിലേക്കില്ലേ ഹുക്ക്, അത് അത്ര എനക്ക് അല്ലേ ആ ഒരു സംഭവം മാത്രം. അത്ര പുറവന് അത് വർക്ക് ആയിട്ടാണ് പറയുന്നത്. ലാലേട്ടന്റെ ഇൻട്രോ, എല്ലാ ഇൻട്രോവും പിന്നെ ഫൈറ്റും ആ ഒരു അല്ലേ. ഞാൻ ആലോചിക്കാൻ ഇത് പറഞ്ഞാൽ സ്പോയിലർ ആവോന്നില്ലേ. കൊറേ ഫൈറ്റ് ഉണ്ട്. അതിങ്ങനെ ഓരോ വേണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയം ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. 3 ആൾക്കാർ, കഴിഞ്ഞതിൽ 2 ആണ്, ഇപ്രാവശ്യം 3 പാർട്ടിക്കാരും ഉണ്ട് അല്ലേ. മെയിൻ ഇവന്റ് എല്ലാം വരുന്നുണ്ട് ഫസ്റ്റ് തന്നെ. ഇന്ത്യയിലെ സംബന്ധിച്ചൊരു കേരള അല്ലേ, അല്ല കലാപലം വരുന്നില്ലേ. അങ്ങനെ അത് പറഞ്ഞാൽ സ്പോയിലർ ആവും. അല്ല, നമുക്ക് ഇന്ന സംഭവം കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ സംഭവിച്ച സംഭവം. പക്ഷെ ആദ്യം എഴുതി കാണിക്കുന്നുണ്ട് കേട്ടാ, ഇതിൽ കാണിക്കുന്ന ഇവന്റ്സോ സംഭവം പൊളിറ്റിക്സോ ഗവൺമെന്റോ ഒന്നും റിയാലിറ്റി ആയിട്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തോന്നും ഇതാ ഇന്ന കലാപാണ്. പിന്നെ വേറെ കൊറേ ഗസ്റ്റ് റോൾ ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല അല്ലേ. ഇല്ല, അത്ര അങ്ങനെയൊന്നും ഇല്ല. അതാണ് ഈ പടത്തിന്റെ ഫുൾ മേക്കിംഗ് ഇതിനു വേണ്ടി ചെലവാക്കി. അല്ല അമീർ ഖാൻ വരും, സൽമാൻ ഖാൻ വരും, ഇവരൊന്നും കൊണ്ടുവന്നു കഴിഞ്ഞാൽ സിനിമ ഈ ഇതിലൊന്നും ഒതുങ്ങൂല. 150-200 കോടിയിലൊന്നും ഒതുങ്ങൂല. അപ്പൊ ഈ മേക്കിംഗിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതായത് ഇതില് മോഹൻലാൽ പൃഥ്വിരാജ് ഒന്നും റെമ്യൂണറേഷൻ വാങ്ങിയിട്ടില്ല. 150 കോടി എന്നല്ല പറഞ്ഞത്. പൃഥ്വിരാജ് പറഞ്ഞു 150 ഉള്ളിലേ ഇല്ലു. അതന്നെ മറ്റേ ഗോകുലം ഗോപാലിന് ആ പേര് കാണിക്കുമ്പോ തന്നെ പൂവലാന്ന്. ലൈക്ക് ചെയ്തൊന്നും ഒരാളെ മിണ്ടുന്നില്ല. പിന്നെ നമ്മളെ ആര് വേറൊരാളുണ്ട് മോഹൻലാലിന്റെ ഒപ്പം ഇല്ല ഒരാള് സിനിമയില് കിഡില്. വേണ്ട പറയണ്ട. കിഡിലെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇതുവരെ പുള്ളിക്ക് അഭിനയിക്കാൻ അറിയാന്നുള്ള സംഭവം വന്ന് മോഹൻലാലിന്റെ ഒപ്പം അറിയും. പിന്നെ ആരത് മനസ്സിലായില്ലേ? കണ്ടവർക്ക് മനസ്സിലാവും അത്രയിലും. സിനിമ കണ്ടിട്ട് കാണുന്നവരുണ്ടാവും. അതായത് അവര് നമ്മള് ഇത് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അതെന്തെങ്കിലും ആവട്ടെ, അത്രയിലും. ചങ്ങായി ഞാൻ പറയാം ലൂസിഫറിലുണ്ടായിന് അതിന്റെ പാർട്ടായിട്ട് ഇതിലേക്ക് വരുന്നത്. ആ ചങ്ങായി അടിപൊളിയാ. ഞാൻ ആ റീല് ഞാൻ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയില്. അല്ലേ ചങ്ങായി ബാക്കിൽ എടുത്തിട്ടുണ്ടാവും. ഇതാ ഈ ചങ്ങായി ലോറിയുള്ളത്
എടാ ചെങ്ങായി ആക്ടിങ്ങിന് കുറെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ പണ്ടത്തെ ഡയലോഗ് ഉണ്ട്, അതാണ്. ആ പണ്ടത്തേലും എടുത്തു വെച്ച പോലെ ഉണ്ടാവും മറ്റേ അണ്ണാ, അണ്ണാ, ബസ്സിലെല്ലാം. പക്ഷെ ഈലി പെർഫെക്റ്റ് ആണ് ആ റോള്. ലുക്കില്ല നമ്മല് ഞാനിങ്ങനെ കൈ അടിച്ചില്ല, ലാലേട്ടൻ വരുമ്പോ കൈ അടിച്ചിട്ടില്ല, ഇങ്ങനെ വായ ഇങ്ങനെ തുറന്ന് കിട്ടി. പക്ഷെ ഇത് വരുമ്പോ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ, പെട്ടെന്ന് ഞാൻ റീലിട്ട് പ്രൊഡിക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് കസ്റ്ററോൾ എനിക്ക് തോന്നിയ ബെസ്റ്റ് കസ്റ്റർ. പുള്ളി അടിപൊളി. ഡ്രാഗൻ ആരാന്നെല്ലാം അതെല്ലാം കണ്ടിട്ട് അതൊന്നും മിണ്ടുന്ന പോലും ഇല്ല. ഭയങ്കര കുറച്ചും കൂടി ലൂസിഫർ കണ്ടിട്ട് പോകുന്നത് കുറച്ചും കൂടെ ബെറ്റർ. കഴിഞ്ഞ ആഴ്ച കണക്ഷൻ കുറെ കണക്ഷൻ ഉണ്ട്, എന്നാലേ തിരിയൂ അല്ലേ. എല്ലാരും കണ്ടിട്ടുണ്ടാവും ഇത്. ഇത് പിന്നെ എല്ലാവർക്കും അറിയില്ല. അപ്പൊ പോയിട്ട് ടിക്കറ്റ് കിട്ടുമോന്ന് അറിയില്ല അല്ലേ. ഇതിന്റെ ടിക്കറ്റ് ഇനിയിപ്പോ ഈ ആഴ്ച കിട്ടുമൊന്നുമില്ല, ഇനി അടുത്ത ആഴ്ച അല്ലേ. അപ്പൊ അല്ലേ അറിയില്ലല്ലോ. അതില്ലേ